ഹലോ ഗൈസ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ശബരിമല യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. ഗൗരിയും ഭാനു ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകുമായിരുന്നു. ബാക്കി എല്ലാവരും പഴയതായിട്ട് പോയിട്ടുള്ളവരാണ്. നമുക്ക് വിശേഷങ്ങൾ കാണാം. ഞങ്ങൾ ആരൊക്കെയാണ് പോയതെന്ന് ചോദിച്ചാൽ, ഞാനുണ്ടായിരുന്നു, ചേട്ടനുണ്ടായിരുന്നു, അളിയനുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ അവന്മാർ രണ്ടുപേരും ഉണ്ടായിരുന്നു, അമ്പാടിയും കണ്ണനും ഉണ്ടായിരുന്നു. പിന്നെ ഗൗരിയും ഭാനു ഉണ്ടായിരുന്നു. ഗൗരിയും ഭാനു ആദ്യമായിട്ടായിരുന്നു ശബരിമലയ്ക്ക് പോകുന്നത്. ഭാനു ശബരിമലയ്ക്ക് വരുന്നത് കോട്ടക്സ് മേടിക്കാനും ലിപ്സ്റ്റിക്ക് മേടിക്കാം എന്നുള്ള ധാരണയിൽ മാത്രമാണ് ഭാനു ശബരിമലയ്ക്ക് വന്നേക്കുന്നത്. പിന്നെ ഗൗരിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. ഭാനുവിന് വെറും 4.5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെതായ എല്ലാ കുരിപ്പുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഗൗരിയോട് നമ്മളൊരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ല, അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പിന്നെ ശബരിമല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു റഫ് പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടുപേരും എക്സൈറ്റഡ് ആണ് കാണാനും കാര്യങ്ങൾക്ക് പോകുക. പക്ഷേ മമ്മി വരുന്നില്ല, അതായത് ലിസ വരുന്നില്ല എന്നുള്ള കാര്യം ഇതുവരെയായിട്ട് അറിയത്തില്ല. ഇപ്പം ലിസയും കൂടെ വരും എന്നുള്ള ധാരണയിലാണ് പുള്ളിക്കാരി കെട്ടുമുറുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കെട്ടുമുറുക്കുന്നത് വൈകിട്ട് 5 മണിയോടുകൂടി തന്നെ കെട്ടുമുറുക്ക് തുടങ്ങിയായിരുന്നു. പക്ഷേ ഞങ്ങൾ 10 പേരുള്ളത് കൊണ്ട് വൈകിട്ട് 9 മണി 8:50 ആയപ്പോഴാണ് കെട്ടുമുറുക്ക് കഴിഞ്ഞത്. പിന്നെ ആദ്യത്തെ കെട്ടുമുറുക്ക് വേണ്ട അസ്ത്രവും കഞ്ഞിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്തല്ല പന്തലിട്ടത്, കാരണം ഭയങ്കര മഴയായിരുന്നു. ആ സമയത്ത് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുറത്ത് നമ്മൾ പന്തലിട്ട വീടിനുള്ളിൽ തന്നെ എല്ലാം തുടച്ച് വൃത്തിയാക്കി നമ്മൾ വരയ്ക്കകത്ത് തന്നെയായിരുന്നു സെറ്റ് ചെയ്തത്. പിന്നെ എന്താണ് പറയുന്നത്, പിന്നെ ഇപ്പോൾ കെട്ടുമുറുക്കുന്നത് ഗൗരിയാണ്. അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ വലിയ ടെൻഷനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഭാനു ഉള്ളത് കൊണ്ട് ഗൗരിക്കും, ഗൗരി ഉള്ളത് കൊണ്ട് ഭാനുവിനും, അവർ രണ്ടുപേരും ഹാപ്പിയാണ്. അല്ലാതെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും രണ്ടുപേരും കൊണ്ട് പോകുമ്പോൾ നല്ല തിരക്കാണ്. കാരണം ചിങ്ങമാസം ആദ്യം ആയതുകൊണ്ട് 1-ാം തീയതി ഞങ്ങൾ പോവുകയും ചെയ്തു. നല്ല തിരക്കുണ്ട്, അതുപോലെ തന്നെ നല്ല മഴയുണ്ട്. അപ്പോൾ അതിൻ്റെതായ ചെറിയ ടെൻഷനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ പകൽ കിടന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് രാത്രിയിൽ ഉറക്കം നിന്നില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കുഞ്ഞുങ്ങളെയും കൂടെ നോക്കേണ്ടത് കൊണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം പകൽ കിടന്ന് ഉറങ്ങിയിട്ടാണ് കെട്ടുമുറുക്കുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഇത് ചെയ്തത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. ശബരിമലയിലെ കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ ഞാൻ ഗൗരിക്കും ഭാനുവിനൊക്കെ പറഞ്ഞു കൊടുത്തു. ഗൗരിക്ക് പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ മാളികപ്പുറത്തിൻ്റെ കഥയും കുറച്ച് ഞാൻ പറഞ്ഞു കൊടുത്തു. മാളികപ്പുറത്തെ കല്യാണം എന്താ വന്നാൽ നാക്കും കഴിയുന്നു. മാളികപ്പുറത്തമ്മയുടെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം ഗൗരി എന്നോട് ചോദിച്ചു, നമുക്കിനി മാളികപ്പുറത്തമ്മയുടെ കല്യാണത്തിന് നമ്മളെ വിളിക്കുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. പിന്നെ എന്ത് പറയാനാണ്, ഇനിയിപ്പോൾ ഞാൻ കെട്ടുമുറുക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മൾ ഒരു 9-10 ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരുമൂല ചെന്നിട്ട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും പിന്നെ SNDP ശ്രീനാരായണ ഗുരുവിൻ്റെ അമ്പലത്തിന് ഫ്രണ്ടിലും തേങ്ങ അടിച്ചിട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ വെളുപ്പിനെ ഒരു 3 മണിയോടുകൂടി അവിടെ ചെന്നു. 3 മണിക്ക് അവിടെ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് മല കയറാൻ ഭയങ്കര പാടായിരുന്നു. ഇതൊക്കെ എന്തിനാണ് ഇപ്പോഴേ പറയുന്നതെന്ന് വെച്ചാൽ, പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ രാത്രിയൊക്കെ ആയതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും പിടിച്ചില്ല. പിന്നെ അവിടെ അമ്പലത്തിൻ്റെ സന്നിധാനത്ത് വെച്ചിട്ട് ഫോൺ പ്രോഹിബിറ്റഡ് ആയതുകൊണ്ട് അവിടെ വെച്ചൊന്നും ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ ചെയ്യില്ല. വേണ്ടവർക്ക് പേഴ്സണലി അയച്ചു തരാം, ഗ്രൂപ്പിനകത്ത് തരത്തില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഞങ്ങളിത് മല ഇറങ്ങുന്ന ഇതാണ് കണ്ടോ. അങ്ങോട്ട് കയറാൻ ഭയങ്കര പാടൊന്നുമില്ലായിരുന്നു, എളുപ്പമായിരുന്നു. എൻ്റെ വയറ്റിൽ ഗ്യാസ് കയറിയതാണോ എന്നറിയത്തില്ല, വയറൊക്കെ വീർത്തിരിക്കുന്നു. എന്നെ നിർത്തില്ല, അത്രയും നേരം പട്ടിണി ഇരുന്നുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ അങ്ങോട്ടുള്ള മല കയറുന്നത് വലിയ പാടില്ലായിരുന്നു. പക്ഷേ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് മസിൽ കയറുവാണോ എന്തോ എന്നറിയില്ല. മൊത്തം കാടായിരുന്നു. കുറച്ച് സിംഹത്തേല കുരങ്ങനെയൊക്കെ ഞങ്ങൾ കണ്ടു. പിന്നെ പന്നി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയ്യപ്പന്മാർ ഒത്തിരി പേരുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഞങ്ങൾ പോയത് നല്ല സുഖമായിട്ട് തന്നെ ആയിരുന്നു. പക്ഷേ കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു, കാരണം ചെരുപ്പൊന്നും ഇടാതായിരുന്നു പോയത്. പിന്നെ അതിനിടെ അമ്പാടിയെ ഞാൻ വീഡിയോ പിടിക്കാൻ ഏൽപ്പിച്ചാണ്. തല തിരിച്ചൊക്കെ പിടിക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ചൊറിഞ്ഞു വരുന്നുണ്ടായിരുന്നു. പിന്നെ ശബരിമല ആയതുകൊണ്ട് ഒന്നും കൊണ്ട് ഞാൻ മിണ്ടിയില്ല. കെട്ടി നിറയ്ക്കാനുള്ളതും പിന്നെ കുഞ്ഞുങ്ങളുടെ ഫ്രണ്ട്സിനും കുറച്ച് സാധനങ്ങൾ മേടിച്ച് ഞങ്ങൾ സന്തോഷവാന്മാരായി പടിയിറങ്ങി. കുഞ്ഞുങ്ങളെല്ലാം വളരെ ആക്റ്റീവായിരുന്നു. പിന്നെ ഏകദേശം ഒരു 5 മണിയോടുകൂടി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. കുഞ്ഞുങ്ങളെല്ലാം ഹാപ്പി ആയിരുന്നു, ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.